പാർട്ടി തിരുത്തണ്ടേ എന്ന് ചോദിച്ചാൽ പാർട്ടി തിരുത്തിയില്ലെങ്കിൽ അപകടങ്ങൾ പലതാണ് എന്നുള്ളതാണ്. രണ്ട് അപകടങ്ങൾ പറയാം, ഏറ്റവും ഗൗരവമേറിയ രണ്ട് അപകടങ്ങൾ. ഒന്ന്, പാർട്ടിയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വളരെ സാങ്കേതികമായൊരു അപകടം വരാനിരിക്കുന്നു എന്നുള്ളതാണ്. അത് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിക്കാൻ പോകുന്നതാണ്. എന്താണത്? അത് പാർട്ടിയുടെ ദേശീയ പദവി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. CPIM ദേശീയ പദവി ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത് 2029 കഴിയുമ്പോൾ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, പശ്ചിമ ബംഗാളിൽ 1977 മുതൽ 2011 വരെയുള്ള ദീർഘമായൊരു കാലഘട്ടത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന പാർട്ടി, ത്രിപുരയിൽ 2018 വരെയും 25 വർഷക്കാലം അധികാരത്തിലുണ്ടായിരുന്ന പാർട്ടി ഇന്നിപ്പോൾ അവശേഷിച്ചിരിക്കുന്നത് 4 MP-മാരുമായിട്ടാണ്. 3.5% മാത്രം വോട്ട് ഷെയറാണ് പശ്ചിമ ബംഗാളിലെ പാർട്ടിക്ക് ഇപ്പോഴുള്ളത്. എന്താ സംഭവിക്കാൻ പോകുന്നത്? ദേശീയ പാർട്ടിയായിട്ടൊരു പാർട്ടി അംഗീകരിക്കണമെങ്കിൽ നിലവിൽ 6% വോട്ട് 4 സംസ്ഥാനങ്ങളിൽ നിന്ന് വേണം. മിനിമം 4 MP-മാർ വേണം. ഈ സാഹചര്യമുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നോക്കൂ, 6% വോട്ടുള്ള 2 സംസ്ഥാനങ്ങളേ ഉള്ളൂ. ഒന്ന് കേരളവും മറ്റൊന്ന് തമിഴ്നാടുമാണ്. 2 സംസ്ഥാനങ്ങളേ ഉള്ളൂ. നമുക്ക് രാജസ്ഥാനിൽ നിന്ന് MP ഉണ്ട്, പക്ഷേ അവിടെ 6% വോട്ടില്ല. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നിലവിൽ 2% ലോക്സഭാ സീറ്റുകൾ നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആ 2% സീറ്റുകൾ എന്ന് പറയുമ്പോൾ 11 സീറ്റുകൾ നമുക്കുണ്ടാവണം. 11 സീറ്റുകൾ CPM-ന് ഇപ്പോൾ ഇല്ല. ആകെയുള്ള സീറ്റുകൾ എത്രയാ? 4. 3 സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് 11 സീറ്റുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ആകെ 4 സീറ്റുകൾ 4 സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് ഇന്ന് ഈ CPM എന്ന് പറയുന്ന പാർട്ടിക്കുണ്ട്. മൂന്നാമത്തെ അപകടം എന്ന് പറയുന്നത് 4 സംസ്ഥാനങ്ങളിൽ, അല്ലെങ്കിൽ മൂന്നാമത്തെ ക്രൈറ്റീരിയ 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി ആയിരിക്കണം എന്നുള്ളതാണ്. ഈ പോക്ക് പോവുകയാണെങ്കിൽ തമിഴ്നാട്ടിലത് സംസ്ഥാന പാർട്ടിയാകുമോ എന്നൊരു ചോദ്യമുണ്ട്. രാജസ്ഥാനിൽ സംസ്ഥാന പാർട്ടിയാകുമോ? ത്രിപുരയിൽ അത് സംസ്ഥാന പാർട്ടി. ത്രിപുരയിൽ ഇപ്പോൾ 10 MLA-മാരുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷേ അവിടെ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ പാർട്ടി 2 സംസ്ഥാനങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങുകയും നാമമാത്രമായ ജനപ്രതിനിധികളുടെ സാന്നിധ്യം മാത്രമായി ചുരുങ്ങുകയും ചെയ്യും. അത് 2029 അത് കേരളത്തിൽ നിന്നുകൂടി ഈ പാർട്ടിക്ക് പെർസെൻറ്റേജ് കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ്.